നിന്റെ കിക്ക് അരമണിക്കൂർ കഴിയുമ്പോൾ തീരും. ഞാനൊന്ന് ബാത്റൂം പോയിട്ട് വരാവേ. ഓക്കെ. അല്ല, നീ എന്താ ഫിനിഷ് ചെയ്യാതെ? കഴിക്കും. എടാ മുത്തേ, നമുക്ക് ഇപ്പൊ തന്നെ ഡൽഹിക്ക് പോയാലോ? എന്തിന്? ബലരാമനെയും ചന്ദ്രയും കാണാൻ. അച്ഛനും അമ്മയും കാണാൻ കൊതിയായിട്ടാ? അല്ലടാ, നമ്മുടെ കാര്യം സംസാരിക്കണ്ടേ? അതിനിയും വെച്ച് താമസിപ്പിക്കാനൊന്നും പറ്റില്ല. നീ ടിക്കറ്റ് ബുക്ക് ചെയ്. അവരിങ്ങോട്ട് വരുമ്പോ സംസാരിച്ച പോരെ? പോരാ, എനിക്ക് ഇന്ന് തന്നെ സംസാരിക്കണം. ശരി, നീ ഇതാദ്യം ഫിനിഷ് ചെയ്യ്, എന്നിട്ട് സംസാരിച്ചാ മതി. അതെന്താ? എനിക്കൊന്നും കേക്കണ്ടേ. മിടുക്കി. ഇനി ഈ കാര്യം ഒരു ദിവസം പോലും നീട്ടി വെക്കാൻ പറ്റില്ല. ഓക്കെ, നിന്റെ പ്ലാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് നമ്മൾ പോകും. താങ്ക് യുടാ. പോയെല്ലാം തുറന്നു പറയാ. എന്നാലും ആ പന്ന മോൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കേട്ടില്ലേ? അച്ഛാ, ഇന്ന് തന്നെ അവനൊരു പണി കൊടുക്കണം. ഈ കൊള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ പത്രത്തിൽ നിന്ന് തുടങ്ങിയ ഞാൻ. എന്നെ അവൻ. അച്ഛാ, പണി കൊടുക്കാം, ഇന്ന് തന്നെ പണി കൊടുക്കാം. ആ ഗസ്റ്റ് ഹൗസിലെ അടിമയില്ലേ, ആ കറുപ്പൻ, അവനൊരു ചെറുതെടുത്തു കൊടുക്കാം. ഈ മുതലാളിമാരെ കുറിച്ച് കള്ളുകുടിച്ച് പള്ളു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നീ കാര്യം പറടാ. ഒരു കുഞ്ഞു വീഡിയോ എടുത്തിട്ടേ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാന്നേ. എങ്ങനെ? അത് കൊള്ളാവല്ലോടാ. നീ ഇങ്ങോട്ട് വന്നേ, ഇനിയല്ലേ കളി. പ്രകാശ്, ഐ ലവ് യു. എനിക്ക് നീന്ന് വെച്ചാ പ്രാന്ത. ഓക്കെ, നീ കുറച്ചു നേരം കിടന്നു.
മീര വാ എഴുന്നേക്ക് വാ ആ പതുക്കെ സൂക്ഷിച്ച് ആ വാ 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 ആ ഈ പതുക്കെ സൂക്ഷിച്ച് ഇവിടെ ഇരിക്ക്. കിടന്നു പ്രകാശ് മീര മീര മോളെ ചേട്ടായി ഒന്ന് ഫ്രഷ് ആയിട്ട്